الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. قل إنما العلم عند الله وإنما أنا نذير مبين. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നതിന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്തുൽ മുൽക്കിലെ 2 വചനങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. നാം മനസ്സിലാക്കി വന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യഖൂലൂന, അവർ ചോദിക്കുന്നു, മത്താ ഹാദൽ വഅദു, ഈ അന്ത്യദിനം, ശിക്ഷയാകുന്ന, വിചാരണയാകുന്ന അന്ത്യദിനം എപ്പോഴാണ് എന്നവർ നിന്നോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു. ഇൻ കുന്തും സ്വാദിഖീൻ, അതൊന്ന് പറഞ്ഞതാ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. ഖുൽ, പറയുക പ്രവാചകരെ, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവ് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. വ ഇന്നമാ അന നദീറും മുബീൻ, അത് മുന്നറിയിപ്പ് നൽകുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞേക്കാൻ. ആ മുന്നറിയിപ്പിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ് നമ്മൾ. വിശ്വാസം എന്നത് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ ആമിനൂ ബില്ലാഹി വറസൂലി, കണ്ടോ, സത്യവിശ്വാസികളായ വിശ്വസിച്ച ആൾക്കാരെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും എന്ന്. വിശ്വസിക്കാത്തവരല്ല, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട്, എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും സകല മുഅ്മിനീങ്ങളെയും വിളിച്ചുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും എന്ന്. എന്താ കാരണം? പ്രവാചകന്റെ അന്തിമ പ്രവാചകന്റെ വരവ് കഴിഞ്ഞു. ഇനി ജനം ദുഷിക്കാനും വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നത് എന്താണ്? അല്ലാഹുവല്ലാത്ത ഇടയാളന്മാര് വേണ്ട എന്ന് ഒരു കൂട്ടത്തിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ ഒരാൾ പ്രസംഗിച്ചപ്പോൾ അത് ഞങ്ങളുടെ വിശ്വാസത്തിന് പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല, ഈ ആളെ സംഘടനയിൽ നിന്ന് പുറത്താക്കണം. അയാൾ പറഞ്ഞതെന്താ? തരീഖത്ത്, ഇടയാളന്മാർ, ഒരാവശ്യമില്ല, പടച്ചവനോട് പറഞ്ഞാൽ മതി എന്നേ അയാൾ പറഞ്ഞിട്ടുള്ളൂ.
അപ്പൊ അവരുടെ വിശ്വാസം അവർ നേർക്കുനേരെ ബോധ്യപ്പെടുത്തി. ലെറ്റർ പേഡ് എടുത്തിട്ട് നേതൃത്വത്തിന് കത്തെഴുതി. ഇടയാളന്മാരില്ലാതെ നേരിട്ട് പടച്ചവനോട് പറയാൻ പറ്റൂല, ഈ വിശ്വാസത്തിനെതിരാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അയാളെ സംഘടനയിൽ നിന്ന് പുറത്താക്കണമെന്നോ അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കണമെന്നോ വിശദീകരണം ചോദിക്കണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട്. എവിടെയാണ് ഈ സമൂഹമുള്ളത്? ആരാണ് എഴുതി കൊടുത്തത്? സമൂഹത്തിലെ പണ്ഡിതന്മാരായ ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ അച്ചടക്ക നടപടി വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാനും പ്രാർത്ഥിക്കാനും അവനവകാശപ്പെട്ടത് അള്ളാഹിനോടെ പാടുള്ളൂ. അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്ത് മറ്റൊരാൾക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ കൂട്ടത്തിൽ വിഗ്രഹാരാധന നടത്തുന്നത് പോലും ഇബാദത്താണ്. കാരണം അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയാണല്ലോ എന്ന നിലക്കുള്ള തീജാനി തരീഖത്തിന്റെ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളെയും വേറിക്കൊണ്ടാണ് അവർ നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ വിശ്വാസം എന്നത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിരിക്കുന്നത്, വനദീറുഹു ബിംബാരാധനക്ക് തുല്യമാണ് സൃഷ്ടികളിൽ ധാരാളം ആൾക്കാരുടെ പ്രവർത്തനങ്ങള്. മരിച്ചുപോയ വലിയ വലിയ ആൾക്കാരുടെ ഖബറുകൾ ബഹുമാനിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ഇദാ അല്ലമൂ ഖുബൂറഹും, അവരുടെ ഖബറുകൾ ബഹുമാനിച്ചാൽ ഹാഉലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇവർ അള്ളാന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഏർപ്പാട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനെയാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പള്ളി ദർസിലൊക്കെ ഓതിക്കൊടുക്കുന്ന കിതാബ്, ആ കിതാബിൽ തഫ്സീറുൽ കബീറിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് ബിംബാരാധനയ്ക്ക് തുല്യമാണ് എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസം എപ്പോഴും ശ്രദ്ധിക്കുകയും ശരിപ്പെടുത്തുകയും ചെയ്യണം എന്നതിന്റെ സൂചനയാണ്. അന്ത്യദിനം എപ്പോൾ അറിയില്ല. ഖുർആനിൽ കാണാം, കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് സംഭവിക്കും. ലാ യസ്തതിഊന തൗസിയതൻ ഇലാ അഹ്ലിഹിം വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഒരു വീട്ടിലേക്ക് ആളുകളോട് ഒരു കാര്യം പറയാൻ തിരിഞ്ഞു പോയി പറയാൻ ടൈം ഉണ്ടാവില്ല. ആ കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കാനുള്ള ചില ഉദാഹരണങ്ങൾ പടച്ചോ നമ്മളുടെ മുമ്പിൽ വെച്ചിരുന്നില്ലേ? സുനാമി ഉണ്ടായല്ലോ, എന്താ സംഭവിച്ചത്? കടലിന് പ്രത്യേകമായ ഒരു കടല് എരമ്പുന്നതോ കാറ്റും കോളും കൊണ്ട് കടൽ ചോപിക്കുന്നതോ ആയ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിമിഷങ്ങൾക്കകം സമുദ്രത്തിന് എരച്ചു കയറുന്ന തിരമാലകൾ കിലോമീറ്ററുകൾ ഉയരത്തിൽ കരയിലേക്ക് കയറി വരികയും റിസോർട്ടുകളിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ തിമർത്ത് ആടിക്കൊണ്ട് ദുനിയാവിന്റെ സകലമാന സീമകളും പരലോകത്തിന്റെ സീമകളും ലംഘിച്ച് അവിടെ കുത്തഴിഞ്ഞ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയും കൊണ്ട് നക്കിത്തുറച്ച് കടലിൽ തിരിച്ചു പോവുകയാണ്. റിസോർട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, ഉല്ലസിക്കാൻ വന്നവരുണ്ട്. ആ റിസോർട്ടിൽ കഴിഞ്ഞ ഒരമ്മ 2 പൈതങ്ങളെയും എടുത്ത് ഓടുകയാണ്. അതിശക്തമായ തിരമാല വരുന്നത് കണ്ട് ഏത് പൈതലിനെ ഒഴിവാക്കണം? 2 നൊന്തുപെറ്റ പൈതല്. അവസാനം മൂത്ത കുട്ടിയെ ഒഴിവാക്കി ഇളയതിനെ മുക്കത്ത് തട്ടി ഓടുന്ന രംഗം. തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ആ മൂത്ത കുട്ടിയെ തിരമാല നക്കിത്തുറത്ത് തിരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ചിന്തിച്ചു നോക്ക്. ഒരു അല്പം പോലും അതിന്റെ അലയൊലികൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ സംഭവിച്ചോ ഇല്ലയോ? യൗമ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് വതളഉ ദാതി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിൻ അദാബല്ലാഹി ശദീദ്. മനുഷ്യന്മാര് അവരുടെ അവസ്ഥയാ പറയുന്നത്.
മുല കൊടുക്കുന്ന കുഞ്ഞിനെ ഇട്ട് ഓടുമെന്ന്. ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്ന് പോവല്ല. ഇങ്ങനെ വളരെ പെട്ടെന്ന് സംഭവിച്ചു എന്നതിന് നമ്മളുടെ മുമ്പിൽ കൃത്യമായ ഉദാഹരണങ്ങളുണ്ട്. ഒരു മുന്നറിയിപ്പുമില്ലാതെ അതിശക്തമായ നമ്മളുടെ നാട്ടിലെ മലയിടിച്ചിൽ, ഉരുളുപൊട്ടൽ സംഭവിച്ചിട്ട് എത്ര മനുഷ്യരാണ് നമ്മളുടെ മുമ്പിൽ. വീടുകളും അവരുടെ സാമഗ്രികളിലും അവരുടെ ജീവനും കല്ലും പാറയും മണ്ണും നിറഞ്ഞിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങള്. ആ മനുഷ്യൻ, അർജുൻ എന്ന മനുഷ്യൻ എപ്പോഴും നമുക്ക് അയാളുടെ ലോറിയും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് എന്തുമാത്രം ഭയാനകമാണ് പടച്ചവന്റെ ഈ വിധി വരുമ്പോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വരുന്നതിന്റെ മുമ്പ് തീരുമാനമെടുക്കണം. മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ പിന്നെ ഈമാൻ വിശ്വസിച്ചിട്ട് യാതൊരു കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുലൂഉശ്ശംസി മിൻ മഗ്രിബഹാ, ഒന്ന് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, വദാബത്തുൽ അർദ്, രണ്ടാമത്തത് ഭൂമിയിൽ നിന്നൊരു മൃഗം പ്രത്യക്ഷപ്പെടുന്നു, മൂന്നാമത്തത് ദജ്ജാൽ പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമു സ്സാഅതു ഹത്താ തത്ലുഅ അശ്ശംസു മിൻ മഗ്രിബിഹാ, അന്ത്യദിനം സംഭവിക്കുന്ന പ്രശ്നമില്ല പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ. വഇദാ തലഅതു മിൻ മഗ്രിബിഹാ, അത് വന്നു കഴിഞ്ഞാലോ ആമനന്നാസു കുല്ലുഹും അജ്മഊൻ, മുഴുവൻ ആളുകളും വിശ്വസിക്കും. പിടുത്തം വിട്ട് ഇനി രക്ഷയില്ല, ബോധ്യപ്പെട്ട് വിശ്വസിക്കും മുഴുവൻ ആൾക്കാരും. പക്ഷേ ഒരു കാര്യമില്ല, ആ സമയത്ത് എല്ലാവരും വിശ്വസിക്കും. പക്ഷേ ഏത് തരത്തിലുള്ള മനുഷ്യനും ആ ഘട്ടത്തിൽ വിശ്വസിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, അലാ സയകൂനു മിൻ ബഅദികും ഖൗമുൻ യുകദ്ദിബൂന ബിർറജ്മ. ഇതൊക്കെ നബി മുൻകൂട്ടി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. കുറച്ച് ആൾക്കാരുണ്ടാവും മതത്തിലുള്ള ആളുകൾ, ഓല അവസ്ഥ എന്താ? റജ്മിനെ നിഷേധിക്കുക. റജ്മ് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലുക. വിവാഹിതനായ പുരുഷനും സ്ത്രീയും വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അത് ഹദീസിലുള്ളതാണ്, ഖുർആനിലില്ല. ഖുർആനിലില്ലാത്ത ഹദീസിൽ പ്രാവർത്തികമാക്ക്, നമ്മളെ കിട്ടൂല, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്ന ആളുകളുണ്ടാകും. നമുക്കറിയാലോ, പ്രത്യക്ഷത്തില് ചില പെണ്ണുങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു ഈ ആൾക്കാരായി പറയുന്ന ഖുർആനില് ഒരായത്ത് പോലും ഇല്ല, തലമറക്കാൻ എവിടെയാണെന്ന് വെല്ലുവിളിക്കുന്നില്ലേ? ആരാത്? മുസ്ലിം നാമധാരികളാണ്. അതേപോലെ തന്നെ ദജ്ജാലിനെ നിഷേധിക്കുന്നവരുണ്ടാകും, യാതൊരു സംശയ കാര്യത്തിലില്ല. ആൾക്കാരതൊക്കെ മറന്നുപോയി, ദജ്ജാലിനെ സംബന്ധിച്ച യാതൊരു ബോധവുമില്ല, അങ്ങനെ ഒരു ചർച്ചയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹത്താ തതുൽകൽ അഇമ്മത്തു അൻ ദിക്രിഹി അലൽ മനാബിർ, മിമ്പറുകളിൽ നിന്ന് ദജ്ജാലിനെ സംബന്ധിച്ച് പറയുന്ന അവസ്ഥ പോലും ഇല്ലാതാകുന്ന വിധത്തിൽ മറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെ? കോടിക്കണക്കിന് പള്ളികൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പള്ളികൾ കേരളത്തിലില്ലേ? അവിടെയൊക്കെ അറബിയിൽ ഇത് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക് മനസ്സിലാവും, അറബിയിൽ ദജ്ജാലിനെ പറ്റി പറയോ? അങ്ങനെയുള്ള ഒരു നോക്കി വായിക്കുന്ന ഒരു ഏട്, അതല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ മിമ്പറുകളിൽ നിന്ന് അത് പറയപ്പെടുന്ന കാലഘട്ടം ഇല്ലാതാകും, അത് മാഞ്ഞു പോകുമെന്നാണ്. ആർക്കാർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ബോധവുമില്ല. എന്നാൽ മുഅ്മിനുകൾ അത് മറക്കാതിരിക്കാൻ, ഇദാ തശഹദ അഹദുക്കും ഫൽയസ്തഇദ് മിൻ അർബഇൻ, ഒരാൾ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ 4 കാര്യത്തിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടട്ടെ. എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നമ വമിൻ ഫിത്നത്തിൽ മഹ്യ വൽ മമാത്. അത് ദുനിയാവിന്റെ നരകശിക്ഷയിൽ നിന്ന്, ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, മരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന്, ഉമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, അദാബുൽ ഖബറുണ്ട്, ഖബർ ശിക്ഷയിൽ നിന്ന്, അതുപോലെ ദജ്ജാലിന്റെ നാശത്തിൽ നിന്ന്. കാരണം അത്ര വലിയ ഫിത്നയാണ് ദജ്ജാലിനെ ഉണ്ടായിത്തീരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഇത് ജീവനോടെ ദജ്ജാലിനെ കണ്ടതായിട്ട് സഹീഹായ റിപ്പോർട്ടുകളിൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഒക്കെ തന്നെ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. റഅയ്തു ലൈലതൻ ഉസ്രിയ ബി മൂസ റജുലൻ ആദമ തിവാലൻ ജഅദൻ കഅന്നഹു മിൻ റിജാൽ ശനൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് ഉണ്ടായി. ആ യാത്രയിൽ ഒരാളെ നല്ല ഒത്ത നീളമുള്ള ഭംഗിയുള്ള ഒരു മനുഷ്യനെ കണ്ടു. അയാള് ശനൂ ഗോത്രക്കാരനെ പോലെയുണ്ട്. അതാരായിരുന്നു? അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്നു. ഒത്ത ഒരു മനുഷ്യനായിട്ടാണ് ഈസാ നബി കണ്ടത്. ഇലൽ ഹംറത്ത് വൽ ബയാൽ, ചുവപ്പും അതുപോലെ തന്നെ വെള്ളയും കളർന്ന, അതുപോലെ തന്നെ മുടിയൊക്കെ അങ്ങ് താഴേക്ക് നീണ്ടു കിടക്കുന്നുണ്ട്. ആ നിലക്കാണ് ഈസാ നബിയെ കണ്ടിരിക്കുന്നത്. പിന്നെയോ നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിനെയും റസൂലുള്ളാഹി കണ്ടു. ദജ്ജാലിനെയും കണ്ടു. ആയാത്തിൻ അറാഹുല്ലാഹ്, അല്ലാഹു കാണിച്ചു കൊടുത്ത വ്യക്തമായ ദൃഷ്ടാന്തങ്ങളിലൂടെ. ഒന്ന്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വപ്ന ദർശനം ഉണ്ടായി. ഇത് പ്രവാചകന്മാരുടെ സ്വപ്നത്തെ സംബന്ധിച്ചിടത്തോളം അത് വഹിയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വഹീന്റെ അടിസ്ഥാനത്തിൽ മകനെ അറുക്കാൻ തീരുമാനിച്ചത്. ആ കാര്യത്തിന് ഒരു രീതിയൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നബിമാരുടെ ഇതുപോലെയുള്ള വിശ്വാസപരമായ കാര്യങ്ങളും മറ്റും അള്ളാഹു നിർദ്ദേശിക്കുന്നതനുസരിച്ച് അവർക്ക് വഹിയിലൂടെ അള്ളാഹ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണത്? അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറാനി അൽ-ലൈലത ഇൻദൽ കഅബ ഫിൽ മനാം. ഞാൻ കഅബയിലായിരിക്കെ നബി സ്വപ്നം കണ്ടത് പറയാണ്. എന്ത്? ഞാൻ എന്നെ സ്വപ്നത്തിൽ കണ്ടു. ഫൈദാ റജുലുൻ ആദമു കഅഹ്സനി മാ യുറാ മിൻ ഉദുമിർ റിജാൽ. ഒരു ഏറ്റവും നല്ല ആകാര വടിവൊത്ത നല്ല ഒരു മനുഷ്യനെ, ആളുകളിൽ ഏറ്റവും നല്ല ഒരാളെ ഞാൻ കണ്ടു. തദ്രിബുൽ ഇമ്മത്തുഹു ബൈന മങ്കിബിഹി റജുലു ശഅരി യഖ്തുറു റഅസഹു മാഅൻ വാദിഅൻ യദൈഹി. അദ്ദേഹത്തിന്റെ മുടിയൊക്കെ നീണ്ടു കിടക്കുന്നുണ്ട്. പിന്നെയോ അദ്ദേഹത്തിന്റെ ചുമല് വരെ ഇറങ്ങിയിട്ടുണ്ട്. മാഅൻ, വെള്ളം ആ മുടിയിൽ നിന്ന് വിറ്റുന്നുണ്ട്. വാദിഅൻ യദൈഹി അലാ മങ്കിബൈ റജുലൈൻ, രണ്ടാളുകളുടെ ചുമലിൽ അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. വഹുവ യതൂഫു ബിൽ ബൈത്ത്, കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക. ഫഖുൽതു മൻ ഹാദാ, ഇതാരാണ് എന്ന് ഞാൻ ചോദിച്ചു. ഫഖാലു ഹാദൽ മസീഹ് ഇബ്നു മറിയം, ഇതാണ് ഈസാ നബി എന്ന് ആ ആളുകൾ മറുപടി പറഞ്ഞു. എന്നിട്ടോ ഫദഹബതു ഇൽതഖതു ഫൈദാ റജുലുൻ അഹ്മർ അഹ്മറു ജിസ്മിൻ ജഅദിർ റഅസി, മുടി ജട പിടിച്ച ഒരാളെ ഞാൻ കാണുന്നു. എന്നാൽ അഅ്വറുൽ ഐൻ, കോങ്കണ്ണനാണ് ആള്. കഅന്ന ഐനൈഹി ഇനബത്തുൻ ഖാഫിയ, അയാളുടെ രണ്ട് കണ്ണുകളും പിന്നെ ഉണങ്ങിയ മുന്തിരി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയുണ്ട്. ഖുൽതു മൻ ഹാദാ, ഇതാരാ? ഞാൻ ചോദിച്ചു. ഖാലു ഹാദാ ദജ്ജാൽ, ഇതാണ് ദജ്ജാൽ എന്ന് പറഞ്ഞു അവര്. അഖറബുൻ നാസി ബിഹി ശബീഹം ബിബ്നി ഖതൻ, ഇബ്നു ഖതൻ, അയാളെപ്പോലെയുണ്ട് എന്ന നിലയിൽ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് നബി ചോദിച്ചു. ഫഖാല ഇബ്നു ഖതൻ ലിനബി ഹൽ യൻസുർ യദുറുനി ശബീഹഹു, പടച്ചോനെ റസൂലേ, എന്നെ പോലെ എന്നാണ് നിങ്ങൾ പറഞ്ഞത് സദസ്സിൽ നിന്ന്. അപ്പൊ ഞാൻ അതിൽ വല്ല പ്രയാസം എനിക്കുണ്ടാവുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ലാ, ഇല്ല, അൻത മുർഉൻ മുസ്ലിം, ഈ മുസ്ലിമായ മനുഷ്യനാണ്. വഹുവ മുർഉൻ കാഫിർ, അയാൾ കാഫിറാണ്. ആരീ പറഞ്ഞ ദജ്ജാൽ. സുമ്മ ദക്കറ ദജ്ജാൽ, പിന്നെ ദജ്ജാലിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഉൻദിറുകുമുഹു വമാ മിൻ നബിയിൻ ഇല്ലാ അൻദറഹു ഖൗമുഹു, എല്ലാ പ്രവാചകന്മാരും മുന്നറിയിപ്പ് നൽകിയതുപോലെ ഞാനും നിങ്ങൾക്ക് അവരെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ലഖദ് അൻദറ നൂഹൻ ഖൗമഹു, നൂഹ് നബി തന്റെ ജനതയോട് അദ്ദേഹം അവരെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വലാകിൻ സഅഖൂലു ലക്കും ഫീഹി ഖൗലൻ ലൻ യഖുൽഹു നബിയ്യുൻ,
കണ്ടോ, ഒരു പ്രവാചകനും പറയാത്ത ചില കാര്യങ്ങൾ ആ ദജ്ജാലിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം എന്താ? ദജ്ജാലിന്റെ വരവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമിലാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതോടനുബന്ധിച്ച് ആ സ്വപ്നത്തിന് ശേഷം ജനങ്ങളെ അറിയിക്കുകയും ചെയ്തു. രണ്ടായി. മൂന്നാമത്തെ സംഭവം നമുക്ക് കാണാം. ദജ്ജാലിനെ ഒരു നസ്രാനിയായ തമീമുദ്ദാരി കണ്ടതും നബിയോട് പറഞ്ഞതുമായ സംഭവം. قالت فاطمة بنت قيس أخت ضحاك أنها مهاجرة. മുഹാജിറത്ത് ആദ്യമായി ഹിജ്റ മദീനയിലേക്ക് ഹിജ്റ പോയവരുടെ കൂട്ടത്തിലെ ഒരു സ്ത്രീ അവരായിരുന്നു. അവർ ഫാത്തിമത്ത ബിൻത് ഖൈസ്, ലഹാഖ് ബിൻ ഖൈസിന്റെ സഹോദരി. അവർ പറയുകയാണ്, ഖാല ആമിറുൻ, ആമിർ എന്ന സഹാബി എന്നോട് പറഞ്ഞു, അവരോട് വന്ന് പറഞ്ഞു, ഹദ്ദിസ്നി ഹദീസൻ സമിഅതു മിൻ റസൂലില്ലാഹ്, നബിയിൽ നിന്ന് കേട്ട ഒരു ഹദീസ് എന്നോട് പറഞ്ഞു തരണം. ലാ തുസ്നിദീഹി ഇലാ അഹദിൻ ഗൈരിഹി, മറ്റൊന്നിനെയും അവലംബിക്കാത്ത വിധത്തിൽ കൃത്യമായ നിലക്ക് പറഞ്ഞു തരണമെന്ന്. ഖാലത്ത്, അവർ പറഞ്ഞു, ഫലമ്മൻഖലത് ഇദ്ദതി, അങ്ങനെ അവർ ഇദ്ദയുടെ തലാഖ് ചൊല്ലപ്പെട്ട ഇദ്ദയുടെ അവസരത്തിലായിരുന്നു. ആ കാലം കഴിഞ്ഞ, ആ അവസരം കഴിഞ്ഞപ്പോൾ സമിഅതു നിദാഅൻ ഫയുനാദി മിൻ റസൂലില്ലാഹ്, അവർ പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നൊരു വിളി, നബി വിളിക്കുന്നുണ്ട് എന്ന് അവർ കേൾക്കുന്നു. ഫഖറജതു ഇലൽ മസ്ജിദ്, അങ്ങനെ അവർ പറയുക, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഫസല്ലൈതു മഅ റസൂലില്ലാഹ്, നബിയുടെ കൂടെ നമസ്കരിച്ചു. ഫകുന്തു ആളുകൾക്ക് പള്ളിയിൽ അന്ന് ആണുങ്ങൾ മുന്നിലും പെണ്ണുങ്ങൾ പിന്നിലുമായിരുന്നു വന്നിരുന്നത്. അപ്പൊ ആണുങ്ങളുടെ സഫിന്റെ തൊട്ട് ശേഷം ഞാൻ നിൽക്കുകയും ചെയ്തു നമസ്കരിക്കാൻ. അങ്ങനെയാണ് നമസ്കരിച്ചത്. ഇത് ഹിജ്റ 9-ാം വർഷത്തിലാണ് ആ സംഭവം നടക്കുന്നത്. ഹിജ്റ 10-ൽ റസൂലുള്ളാഹി വഫാത്തായിട്ടുണ്ട്. ഇനി ഹിജാബിന്റെ ആയത്ത് ഇറങ്ങാനില്ല. അതും കൂടി ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവർ നബിയുടെ കൂടെ പിന്നിൽ നിസ്കരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് അവർ ആ കാര്യം പറഞ്ഞപ്പോ, ആ സംഭവം എടുത്ത് ഉദ്ധരിച്ചപ്പോ ഞാൻ സൂചിപ്പിച്ചു എന്ന് പറഞ്ഞു. ഫലമ്മാ ഖളാ സ്വലാത്തഹു, അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ ജലസ നബി അലൽ മിമ്പർ, സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരുന്ന്, വഹുവ യദ്ഹഖു, അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുന്നുണ്ട്. ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ല, എല്ലാവരും അവനവന്റെ മുസല്ലയിൽ തന്നെ ഇരിക്കണം. റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നി വല്ലാഹി മാ ജമഅതുകും ലിറഗബത്തിൻ വലാ ലിറഹബ, നിങ്ങളെ പേടിപ്പിക്കാനോ പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും കാര്യത്തിനോ വേണ്ടിയല്ല നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. വലാകിൻ ജമഅതുകും, എന്നാൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. അന്ന തമീമുദ്ദാരി കാന റജുലൻ നസ്രാനിയ, തമീമുദ്ദാരി ഒരു നസ്രാനിയായ മനുഷ്യനായി ആയിരുന്നു. ഫജാഅ, അയാൾ നബിയുടെ അടുക്കൽ വന്നു. ഫബായഅ, നബിക്ക് ബൈഅത്ത് ചെയ്തു. വഅസ്ലമ, മുസ്ലിം ആവുകയും ചെയ്തു. എന്നിട്ടോ വഹദ്ദസനി ഹദീസൻ വാഫഖല്ലദീ കുൻതു ഉഹദ്ദിസുകും അൻ മസീഹിദ് ദജ്ജാൽ, അയാൾ എന്നോട് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് ദജ്ജാലിനെ സംബന്ധിച്ച് പറയാറുള്ള വിഷയവുമായി യോജിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് തമീമുദ്ദാരി പറഞ്ഞത്. അന്നഹു റകിബ ഫീ സഫീനത്തിൻ ബഹരിയ്യ, അവരൊക്കെ കടൽ യാത്ര നടത്തുന്നവരാ പണ്ടേ അറബികൾ. അങ്ങനെ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഒരു കടൽ യാത്രയിലായിരിക്കെ, ക്രിസ്ത്യാനിയാണ് അന്ന് അയാൾ, ക്രിസ്ത്യാനി ആയിരിക്കെ നടന്ന ഒരു സംഭവം പറയുന്നത്. മഅ സലാസീന റജുലൻ മിൻ ലഹ്മ് വജുദാം, ഈ രണ്ട് ഗോത്രത്തിൽ നിന്ന്, ലഹ്മ് ജുദാം ഗോത്രത്തിൽ നിന്ന് 30 പേര് അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എന്നിട്ടോ ഫലഇബ ബിഹിമുൽ ബഹ്റു ശഹ്റൻ അൻഫിൽ ബഹരി, ഒരു മാസക്കാലം സമുദ്രത്തിലിട്ട് ആ കപ്പൽ അവരെ ചുറ്റിച്ചു. കര കാണുന്നില്ല, കാറ്റിലും കോളിലും പെട്ട് പിന്നെയും പ്രയാസപ്പെട്ട് അങ്ങനെ വളരെയേറെ ദിവസങ്ങൾ, ഒരു മാസത്തോളം കഴിഞ്ഞു. സുമ്മ അർഫഅ ഇലാ ജസീറ, അങ്ങനെ ആ ഒരു ദ്വീപിലേക്ക് അദ്ദേഹം പറയാണ് എത്തിപ്പെട്ടു. ഫിൽ ബഹരി,
ആ സമുദ്രത്തിന്റെ നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദ്വീപില്. ഹത്താ മഗ്രിബ ശംസ്, സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. അങ്ങനെ അവർ കപ്പലിന്റെ തൊട്ടടുത്ത് സമീപത്ത് തന്നെ ഇരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ദ്വീപിൽ അവർ പ്രവേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. നബിയോട് പറഞ്ഞ കാര്യങ്ങൾ നബി അംഗീകരിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുത്ബയിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായ ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസ രംഗത്ത് നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുപോലെ ഇബാദത്തുകളിൽ സജീവമാകാനും വിശ്വാസം അടിയുറച്ച് നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നവരിൽ പെടാൻ കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستهديه ونتوكل عليه. اللهم صل على محمد وعلى ال محمد. ايها الناس اوصيكم ثانيا واياي بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച രാവിലെ ഇവിടെ സ്ഥിരമായി സുബഹിക്ക് ശേഷം ഒരു ഖുർആൻ തജ്വീദോട് കൂടിയുള്ള പഠന ക്ലാസ് നടക്കാറുണ്ട്. ചിലർ അറിഞ്ഞിട്ടുണ്ടാവില്ല, ഇത്രയും നല്ലൊരു സാഹചര്യം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് നമ്മൾ തുടങ്ങി പകുതിയിലധികമായി. കഴിയുന്ന ആളുകൾ അതിൽ സംബന്ധിക്കുക, ഈ അവസരം ഉപയോഗപ്പെടുത്തുക. അറിവ് നേടാൻ എങ്ങനെ കഴിയുമോ അങ്ങനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ചിലരൊക്കെ കുറേ ആളുകൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇവർ ലീവായി. എന്തിനാ ലീവാക്കുന്നത്? ജോലിക്ക് പോകുന്നതിന് മുമ്പ് അരമണിക്കൂർ മാത്രം, അത് കഴിഞ്ഞ് ജോലിക്ക് ഇറങ്ങാം. പങ്കെടുക്കുന്ന ആളുകൾ കൃത്യമായി പാരായണം ചെയ്താൽ, അതിനോട് വാട്സപ്പ് ഗ്രൂപ്പ് വെച്ചിട്ടുണ്ട്, അതിൽ പാരായണം ചെയ്താൽ ഈസി ആയിട്ട് ഖുർആൻ തജ്വീദ് പഠിക്കാം. പാരായണം ചെയ്തവരൊക്കെ വളരെ നന്നായിട്ട് പാരായണം ചെയ്യുന്നുണ്ട്. ചിലർ പാരായണം ചെയ്യുന്നത് മാത്രമുണ്ട്, പള്ളിയിൽ ക്ലാസ്സിന് വരില്ല. എന്തൊരു ബർക്കത്തുള്ള ക്ലാസ്സാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഹഫ്ഫത്തുഹുമുൽ മലായിക, മലക്കുകൾ ആ സദസ്സിന് പൊതിഞ്ഞിട്ടുണ്ടാവും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മൾ കേട്ട ഹദീസാ, വെള്ളത്തിലെ മത്സ്യങ്ങൾ വരെ പ്രാർത്ഥിക്കുമെന്നാണ്. അത്രയും ബർക്കത്തുള്ള ഒരു ക്ലാസ്സിലാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്യാം. ചിലർ പങ്കെടുക്കൂല, ഓതും. അതല്ല, പങ്കെടുക്കുകയും ചെയ്യാം, ഓതുകയും ചെയ്യാം. ചിലർ രണ്ടും ചെയ്യൂല, പങ്കെടുക്കുകയില്ല, ഓതുകയില്ല. ഇവിടെ തന്നെ വേണമെന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് തീരെ പങ്കെടുക്കാൻ കഴിയാത്ത വളരെ ദൂരത്തുള്ള ആളുകളാണെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഖുർആൻ പാരായണം കൃത്യമായി നിയമമനുസരിച്ച് ഓതാൻ കഴിയുമെന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കി വന്ന വിഷയവുമായി ബന്ധപ്പെട്ടത് ഭക്ഷിക്കൽ അനുവദനീയമായ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ജറാദ്, വെട്ടുകിളി നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അറുക്കാതെ ശവം എന്ന നിലയിൽ, ചത്തത് എന്ന നിലയിൽ മത്സ്യത്തെ പോലെ അനുവദിച്ചതാണ്. മുഹല്ലത്തിലന മൈത്തത്താനുവ ദമാൻ, 2 രക്തവും 2 ശവങ്ങളും നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നബി പറഞ്ഞു ഫസ്സമഖു വൽ ജറാദ്, അത് മത്സ്യവും ജറാദുമാണ്, വെട്ടുകിളിയുമാണ്. അമൽ ദമാനി പിന്നെ കരളും അല്ലെങ്കിൽ ലിവറും പ്ലീഹയും, ആ പൊങ്ങിക്കിടക്കുന്ന ഈ രണ്ടുമാണ് ദമ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു അബി അബ്ദുല്ലാഹ് എന്ന് പറയാണ്, ഗസൗന മഅ റസൂലില്ലാഹി 7 ഗസവാത്തിൻ നഅകുലുൽ ജറാദ, 7ഓളം യുദ്ധങ്ങൾ നബിയുടെ കൂടെ ഞങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വെട്ടുകിളിയെ ഭക്ഷിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് അനുവദനീയമാണ്, അറുക്കേണ്ടതില്ല. പിന്നെ ശവത്തിന്റെ തോല്, കൊമ്പ്, എല്ല്, പല്ല്, രോമം, തൂവൽ, ഇതൊക്കെ ഉപയോഗിക്കൽ അനുവദനീയമാണ്. ഷാത്തിൻ, ഒരാടിനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പം ഫഖാല, നബി അവരോട് പറഞ്ഞു, ലോ അഖത്തും ഇഹാബഹ, ആടിന്റെ തോല് നിങ്ങൾക്ക് എടുത്തുകൂടെ ചോദിച്ചു. ഫഖാലു ഇന്നഹ മൈത്ത, അത് ശവമാണ് നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ദുബിഗ ഫഖദ് തഹുറ, അത് തോലുകൾ ഊറക്കിട്ട് കഴിഞ്ഞാൽ ശുദ്ധിയായി. അപ്പോൾ ശുദ്ധിയാക്കാനുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ആ തോലിനെ നിങ്ങൾ ശുദ്ധിയാക്കിയാൽ നിങ്ങൾക്ക് ഭക്ഷ്യ വസ്തുവല്ലാത്ത നിലയിൽ അതിനെ ഉപയോഗപ്പെടുത്താം. അപ്പം മാത്രമല്ല അയ്യുമാ ഇഹാബിൻ ഫഖദ് തുഹറ എന്ന്
മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഏതൊന്നിന്റെ തോലായാലും നിങ്ങൾ ഊറക്കിട്ടാൽ അത് ശുദ്ധിയാകും, ശുദ്ധിയാക്കിയാൽ നിങ്ങൾക്ക് ശുദ്ധിയാകുമെന്നും അത് അനുവദനീയമാണ്. പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, അതായത് മയ്യിത്തിന്റെ പിന്നെ രോമം, അതേപോലെ തന്നെ അതിന്റെ തൂവലോ അതുപോലെയുള്ള അതോ നബി അനുവദിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആടുകളുടെ ഒക്കെ രോമം, കമ്പിളി പുതപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യഥാർത്ഥ ആ കമ്പിളി പുതപ്പാണെങ്കിൽ, ആടുകളുടെ രോമാണെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെയുള്ള ജീവികളുടെ രോമം നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ മനുഷ്യന് മൊത്തത്തിൽ ഇത് സംബന്ധമായിട്ട് ആ നിലക്ക് ഉപകാരപ്രദമായ നിലയിൽ ആവശ്യത്തിന് എന്ന നിലക്ക് അനുവദനീയം. ഇപ്പൊ ആനക്കൊമ്പ്, അതുപോലെ ആനയുടെ കാലിന്റെ നഖം പോലെയുള്ളത് കൊണ്ട് ചീർപ്പുണ്ടാക്കി ഉപയോഗിച്ചിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും അത് അനുവദനീയമാണ്. കൊഴുപ്പിനെ സംബന്ധിച്ചിടത്തോളം വിൽപ്പന പാടുണ്ടോ ഇല്ലേ എന്ന് മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ശരീരത്തിൽ ഉപയോഗിക്കരുത് എന്നതൊഴിച്ചാൽ മറ്റ് ആവശ്യങ്ങൾക്ക് കൊഴുപ്പ് ഉപയോഗപ്പെടുത്താം എന്നാണ് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സഹീഹായ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വിൽപ്പന നടത്തുന്ന കാര്യത്തിൽ പാടുണ്ടോ ഇല്ലയോ എന്നതിൽ ചില പണ്ഡിതന്മാർ തീരെ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം അതുപോലെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചും, കാരണം ബനി ഇസ്രായേലുകൾക്ക് അത് വിരോധിച്ചായി ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതാണ് ആ നിലക്ക് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും സൂക്ഷ്മമായി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഉൾക്കൊള്ളാനും നല്ലവരായി ജീവിച്ച് മരിച്ചു പോകാനും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ചിലരുണ്ട്. കാരുണ്യവാനായ റബ്ബ് അവരുടെ രോഗസംബന്ധമായ കാര്യങ്ങളിൽ ശിഫ നൽകുകയും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും നമ്മയും അവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ശാരീരികമായ രോഗങ്ങൾ പ്രയാസകരമായി പള്ളിയിൽ വന്നവരുണ്ട്, അതുപോലെ തന്നെ വീട്ടിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, നമ്മുടെ ഹോസ്പിറ്റലിൽ ബുദ്ധിമുട്ടായ ആൾക്കാർ ധാരാളമുണ്ട്. അള്ളാഹു എന്നെ അവർക്കെല്ലാം എല്ലാവിധ സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുകയും ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ട് അനുഗ്രഹിക്കുന്ന ഖുർആൻ മാരകമായ എല്ലാ രോഗങ്ങളിൽ നിങ്ങൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുന്ന ഖുർആനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا آمنا واغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.